മദീന പള്ളിയിൽ ഒരു മഗ്രിബിന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠിതാക്കൾ അധികരിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഗ്രിബ് നിസ്കാര ശേഷം തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, 2 പേരെ ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവർ 4 പേരെ കൊണ്ടുപോകണം. 2 ആളെ ഭക്ഷണം 4 ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവർ തൃപ്തിപ്പെടുകയാണെങ്കിൽ അതൊക്കെ മതി. അങ്ങനെയല്ലേ? കാഫി സലാസ കാഫിൽ അർബഅന്നില്ലേ? അതുകൊണ്ട് 2 ആളെ ഭക്ഷണം 4 ആൾക്ക് 3 ആൾക്ക് ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ. 3 ആളെ കൊണ്ടുപോകുന്നവര് അതിലേറെ കൊണ്ടുപോകണം. 6 ആളെ കൊണ്ടുപോകണം. 4 ആളെ കൊണ്ടുപോകുന്നവർ 8 ആളെ കൊണ്ടുപോകണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുന്നു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, അബ്ദുറഹ്മാനെ, എന്റെ പതിവ് അറിയാമല്ലോ, എനിക്കൊരു പതിവുണ്ട്. അത് ഇവിടെ നിന്നുള്ള പതിവല്ല, മക്കത്തു നിന്നുള്ള പതിവാണ്. അഥവാ മഹബത്തിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമയം പകൽ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്ക് വരും. രാത്രിയാകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ പോയിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് എന്തെങ്കിലൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കഴിച്ച് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞു പോരുന്നൊരു പതിവ് നേരത്തെയുള്ള ശീലമാണ്. മദീനയിലെത്തിയിട്ടും അത് തുടർന്നിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഞാൻ ഇശാ നിസ്കരിച്ചാൽ നേരെ മുത്തുനബി തങ്ങളെ വീട്ടിലേക്ക് പോകും. എന്നെ കാത്തിരിക്കരുത്, നമ്മുടെ വീട്ടിലേക്കുള്ള അതിഥികളാണിത്, ഇവരെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് വിട്ടേക്കണം, നേരം വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉപ്പ പറഞ്ഞതുപോലെ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. ഉമ്മ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി. ആ വന്ന മുതല്ലിമുകൾ, ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആതിഥേയരായ ആളുകൾ, അവരെ മുന്നിലേക്ക് ഭക്ഷണം വിളമ്പി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പക്ഷേ അവര് ചോദിക്കുന്നു, ഐന സ്വാഹിബുദ്ദാർ, വീട്ടുകാരനെവിടെ? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പക്ക് ഇങ്ങനെ ഒരു പതിവുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞേ വരൂ, നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം തന്ന് പറഞ്ഞേക്കാൻ എന്നെ വിട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അവര് പറഞ്ഞു, ഞങ്ങളൊരാഗ്രഹം, ഞങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസമെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു. അവർ അന്ന് പുതിയതായി എത്തിയതല്ലേ, പുതുതായി മദീനയിൽ എത്തിയവരല്ലേ, ഇന്നെങ്കിലും ഒരു ദിവസം ഞങ്ങൾ കിട്ടുമല്ലോ ഞങ്ങൾ ആഗ്രഹിച്ചു, അതുകൊണ്ട് ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കും, നേരം വൈകിയാൽ പിന്നെ എന്നോടായിരിക്കും ഉപ്പ ചൂടാകുക, ഞാനത് കേൾക്കേണ്ടി വരും, നിങ്ങൾ കഴിക്കും, ഞങ്ങൾ ഉപ്പ വന്നിട്ട് കഴിച്ചോളാം. പിന്നെ അവർ പറഞ്ഞു. ഏകദേശം ഉപ്പ വരാനായി എന്ന് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പതുക്കെ അവരിൽ നിന്ന് അങ്ങോട്ട് മാറി ഒരു ഭാഗത്തേക്ക്. പെട്ടെന്ന് തന്നെ ഉപ്പ വരുമ്പോൾ ഉപ്പാനെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടൊന്ന് മാറിയതാണ്, മറ്റൊരു ഭാഗത്തേക്ക് മാറി. നമ്മുടേതല്ലാത്ത കാരണത്തിന് വേണ്ടി അങ്ങനെ ചൂടാകുന്നൊരു വിഷയം വന്നാൽ അങ്ങനെ മാറി നിൽക്കാമെന്നും ആ ഹദീസിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ തെളിവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ചോദിച്ചു, നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നു. ഇവര് പറഞ്ഞു, നിങ്ങളെ കാത്തിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്നാ പിന്നെ ഞങ്ങൾക്കും വേണ്ട എന്നാണ് അവര്. നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടല്ലേ ഞങ്ങൾ ഇത്രയും നേരം കാത്തിരുന്നത്. അപ്പ വിളിച്ചു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വിളിച്ചു, അബ്ദുറഹ്മാനെ, നല്ല ഒരു ചൂടൻ പേര് കൊണ്ടൊക്കെ വിളിച്ചു, യാ ഉംദറു, പേര് വിളിച്ചു, നല്ല ദേഷ്യത്തോടെ വിളിച്ചു. പക്ഷേ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിണ്ടിയില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, കുറച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുമല്ലോ, ഇങ്ങോട്ട് വാ, ബാക്കി ഞാനപ്പോ പറഞ്ഞുതരാം. ഉപ്പ അങ്ങനെ ദേഷ്യപ്പെടുന്നത് തന്റേതല്ലാത്ത കാരണത്തിന് വേണ്ടിയാണെങ്കിൽ ക്ഷമിക്കുന്നത് വരെ മൗനം പാലിക്കാമെന്നും മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അതിൽ കുറ്റക്കാരനല്ലല്ലോ. ഭക്ഷണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഉമ്മ നേരത്തെ പാചകം ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരമൊക്കെ ഗൗരവത്തോടെ നിന്നെങ്കിലും പിന്നെ മഹാനവറുകൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞതെല്ലാം വിട്ടേക്കൂ, അതെല്ലാം ഒഴിവാക്കൂ, നിങ്ങൾ ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ അതിഥികളോടൊപ്പം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങി. അവരതാ ഭക്ഷണം കഴിക്കാൻ ഓരോ ഭാഗത്തു നിന്നും ഓരോ പിടി ഇങ്ങനെ എടുക്കുമ്പോ ഒരൊറ്റ പിടി ഇങ്ങനെ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോ അതിനേക്കാൾ അധികം അവിടെ എങ്ങനെ കൂടി വരുന്നു. ഒരു പിടി എടുത്താൽ അവിടെ 2 പിടി അധികം വരുന്നു. 2 പിടി ഭക്ഷണം എടുക്കുമ്പോ അവിടെ അതാ 3 പിടി ഭക്ഷണം വരുന്നു. വർധനവ് ഇങ്ങനെ നേർക്ക് നേരെ കാണുകയാണ്. എടുക്കുന്നതിനനുസരിച്ച് ഭക്ഷണം ഇങ്ങനെ കൂടി കൂടി വരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാത്രത്തിലേക്ക് നോക്കി, കൊണ്ടുവന്ന് വെച്ചതിനേക്കാളും ഭക്ഷണം അധികമുണ്ടല്ലോ. ഉടനെ വിളിച്ചു തന്റെ ഭാര്യയെ, യാ ഉഖ്ത ബനി ഫിറാസ്, പെണ്ണെ ഒന്ന് വന്നു നോക്ക്, ഭക്ഷണം ഇതാ അധികരിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭാര്യ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ഭക്ഷണം ഞാൻ കൊണ്ടുവച്ചിട്ടില്ലല്ലോ,
ഭക്ഷണം കുമിഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ, അധികരിച്ചിട്ടുണ്ടല്ലോ. നേർക്ക് നേരെ അവർ കാണുകയാണ് സഹോദരങ്ങളെ. ഇൽമിനെ ബഹുമാനിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന ബഹുമാനം, റിസ്ഖിന്റെ വർധനവ്. നേർക്ക് നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിച്ച് അവര് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിലെത്തിയപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ എന്റെ വീട്ടിലുണ്ടായി. എന്റെ വീട്ടിലേക്ക് തങ്ങൾ പറഞ്ഞയച്ച അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം ഇങ്ങനെ വർദ്ധിക്കുന്നത് ഞാൻ നോക്കിക്കണ്ടു. അവർ ഇവിടെയുണ്ട്, അവരും നോക്കിക്കണ്ടു. എന്റെ പത്നിയും അത് കണ്ടു. നല്ല ബറക്കത്തോടെ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ബറക്കത്താണ്, നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ്. അതിന്റെ ബാക്കി വല്ലതും വീട്ടിലുണ്ടോ? ബറക്കത്തുള്ള ഭക്ഷണം തലേന്ന് കൊണ്ടുവന്ന് വെച്ചാലും പിറ്റേന്ന് കഴിക്കാൻ മനസ്സിലായില്ലേ? അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ പഴഞ്ചോറ് വെക്കല് അല്ലേ? അപ്പൊ പഴഞ്ചോറ് വെക്കുവോ? തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് കഴിക്കാമെന്നതിന് അതീതന്നെ തെളിവ്. അതാ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പഴഞ്ചോറ് കഴിക്കാൻ തെളിവ് എന്ന് പറയല്. അതിന് ഇതന്നെ തെളിവാക്കിയത് അതീത്. ഒരു വിഷയത്തിനൊന്നല്ല, 10-25 വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് തെളിവായി കൊണ്ടുവന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് മാത്രമല്ല സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളുടെ കറാമത്തും കൂടി ഈ വിഷയത്തിലുണ്ട്. അവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ വർദ്ധിച്ചത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് കൊണ്ടുവന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഈ സംഭവം പറഞ്ഞ ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ പിടിച്ച് ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കഴിക്കണം. തള്ളരുത്, ഒഴിവാക്കി വെക്കരുത്. ഇത് കഴിക്കാനുള്ളതാണ്. ഇതിനാണ് ഒഴിവാക്കുന്നത്. പഴയ കാലത്ത് വല്ലിപ്പാർക്കും പാപ്പാർക്കൊക്കെ ഉള്ള ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം കൂടി എന്നത് പഴഞ്ചോറ് കഴിക്കാന്നുള്ളത്. പഴഞ്ചോറ് അത് വേസ്റ്റ് കുട്ടയിലേക്കുള്ളതല്ല, കഴിക്കാനുള്ളതാണ്. അതിലൊരു കേടുമില്ല. ബറക്കത്തിന്റെ ഭക്ഷണം, അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രിയുള്ളത് പിറ്റേന്നും കഴിക്കാൻ മനസ്സിലായി. ഇത് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നേർക്ക് നേരെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായ അനുഭവമാണ്.